പഴക്കം ചെന്ന ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ ഉടമകൾ സ്വമേധയാ പൊളിച്ചു മാറ്റണമെന്ന് തൃശൂർ മേയർ MK വർഗീസ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. നഗരത്തിലെ 140-ലധികം കെട്ടിടങ്ങളാണ് ബലക്ഷയമുള്ളതായി കണ്ടെത്തി പൊളിച്ചു മാറ്റാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകിയത്. നടരാജ് പരശുറാമുണ്ട് വിശദാംശങ്ങളുമായി. നടരാജ്, മെഡിക്കൽ കോളേജിന്റെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾക്കാണോ കോർപ്പറേഷന്റെ നീക്കം? നേരത്തെ തന്നെ തൃശൂർ നഗരത്തിലെ പൊളിഞ്ഞ കെട്ടിടങ്ങൾ 5 എണ്ണം കോർപ്പറേഷൻ പൊളിച്ചു മാറ്റിയിരുന്നു. തൃശൂർ നഗരത്തിൽ ഇത്തരത്തിൽ പൊളിച്ചു മാറ്റാത്ത 1-2 കെട്ടിടങ്ങൾ വലിയ രീതിയിൽ കഴിഞ്ഞ മാസം പൊളിഞ്ഞു വീണിരുന്നു. അത് വാർത്തയായിരുന്നു. ഇത്തരം അപകട സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധവും കോർപ്പറേഷനെതിരെ നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നടപടി കർശനമാക്കുകയാണ് കോർപ്പറേഷൻ. ഇതിന് ഇന്ന് നടന്ന കോട്ടയത്തെ കഴിഞ്ഞ ദിവസത്തെ അപകടവും ഒരു കാരണമാണെന്ന് പറയാം. എല്ലാ കെട്ടിടങ്ങളും സ്വമേധയാ പൊളിച്ചു മാറ്റണമെന്ന് വീണ്ടും കോർപ്പറേഷൻ നോട്ടീസ് നൽകുകയാണ്. വീണ്ടും ഉടമകളെ ഓർമ്മപ്പെടുത്തുകയാണ് മേയർ. 140 ഇത്തരം കെട്ടിടങ്ങൾ പൊളിക്കാനുണ്ട്. അത് ഉടമകൾ പൊളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവ ചെയ്യാത്തവ ഉടൻ തന്നെ കോർപ്പറേഷൻ പൊളിച്ചു മാറ്റുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ നടപടികൾ വരും ദിവസങ്ങളിലും തുടരും. ശരി.